ഹായ്, നമ്മുടെ കാഞ്ഞിരമറ്റത്തെ വീടിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചോദിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഞങ്ങളെ വിളിക്കുന്ന ചില ആൾക്കാർക്ക് മനോജേട്ടനോട് സംസാരിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ കേട്ടോ. ഞാൻ ഫോൺ എടുക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. അത് അവരെ കുറ്റം പറയുന്നുമില്ല ഞാൻ, കാരണം അവർ ഫുള്ളായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് മനോജേട്ടനെയാണ്. അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു ഇത്. പിന്നെ ഞാനൊരു ഓഫീസിലെ സ്റ്റാഫോ ആ രീതിയിലാണ് അവർ കൺസിഡർ ചെയ്തിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം സമയത്ത് മനോജേട്ടൻ്റെ വർക്ക് ഇതൊക്കെയാണ് കേട്ടോ. നമ്മൾ സൈറ്റിൽ ഈ വർക്കേഴ്സിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ അല്ലാത്ത സമയത്തിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യായിരിക്കും. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മാക്സിമം ഫോണിൽ സംസാരിക്കാറില്ല. കാരണം അങ്ങനെ ഫോണിൽ സംസാരിക്കുന്നവർക്കാണ് അപകടങ്ങൾ പലതും പറ്റുന്നത്. അപ്പോൾ മാക്സിമം ഫോണിൽ സംസാരിക്കാതെ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് പോവാറ്. പിന്നെ സൈറ്റിലെ കുറേ കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഇടയിൽ കോർഡിനേഷൻസും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന കോൾസ്, അതിലിപ്പോൾ ഒരു ദിവസം ഒരു 100 കോള് വരികയാണെങ്കിൽ അതിൽ 5 എണ്ണമായിരിക്കും ജെന്യൂനായിട്ട് വരുന്ന കോള്. ബാക്കി 95 അതിൽ ഒരാവശ്യമില്ലാതെ വിളിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഫോൺ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ എടുത്ത വർക്കുകളൊന്നും നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഫോൺ കോൾസ് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും ക്ലിയർ ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടും എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ ഏറ്റവും നല്ലത് അമ്മ തന്നെയാണ്. കാരണം നമ്മൾ പല സമയത്തും പല മൈൻഡിലായിരിക്കും. കാരണം ഓരോ സൈറ്റത്തെ പ്രഷർ അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പോൾ ഇന്ന് തന്നെ ഇവിടെ സംഭവിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വെൽഡർക്ക് ചെറിയൊരു കയ്യിനൊരു മുറി പറ്റി. അപ്പോൾ അവനൊന്ന് വെൽഡിങ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കോട്ടയത്തായിരുന്നു. ഈ സൈറ്റുള്ളത് കാഞ്ഞിരമറ്റം, എറണാകുളം പോകണം. അപ്പോൾ അവിടെ ആ വർക്ക് സ്റ്റോപ്പ് ആവുമെന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ രാവിലെ വണ്ടി എടുത്ത് നേരെ അവിടെ പോയിട്ട് ആ വെൽഡർ കമ്പി നമ്മളവിടെ നികത്തുക എന്നുള്ളത് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. പിന്നെ ഞാനാണ് ഫോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിലും അതിൽ വരുന്ന ജെന്യുവിൻ കോൾസ് ആ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. എല്ലാതും ഒന്നുമല്ല, അതിൽ വരുന്ന ജെന്യുവിൻ കോൾസ്. പിന്നെ അതിൽ എനിക്ക് തീർത്തു കൊടുക്കാൻ പറ്റാത്ത സംശയങ്ങൾ, അതിനൊക്കെ ഞങ്ങൾ മനോട്ടൻ അവരെ തിരിച്ചു വിളിക്കാറുണ്ട്. പിന്നെ എല്ലാവരെയും നമുക്ക് സംസാരിക്കാൻ ഒരിക്കലും നടക്കില്ല. അതിപ്പോൾ ഏത് കമ്പനി നടത്തുന്ന ഒരാൾക്കും അത് നടക്കില്ല. നമ്മൾ ഓൾറെഡി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെയാണ്, വീടിനെ കുറിച്ചിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ഓരോന്നിലും വ്ളോഗിൽ, അതായത് ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞിട്ട് തരുന്നത്. പക്ഷെ അതൊന്നും കേൾക്കാനും ഇതിനും ക്ഷമയില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. അതായത് ഇവൾ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത വല്ലവരുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണോ അവർ ഡൗട്ട്. ചില ആൾക്കാർക്ക് ഇലക്ട്രിക്കലാവും ഡീറ്റെയിൽസ് വേണ്ടത്, ചില ആൾക്കാർക്ക് ഇതിൻ്റെ മെയിൻ സ്ലാബ് എങ്ങനെ ചെയ്യാമെന്ന് അറിയണം, ചില ആൾക്കാർ ഇപ്പോൾ ഞാൻ ചെയ്യണ ചുമര് എങ്ങനെ ചെയ്യാമെന്ന് അറിയണം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി അതും അല്ലാണ്ട് ഒരു വീട് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് ഒരു 20 മിനിറ്റിൻ്റെ 10 എപ്പിസോഡായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ബേസ്മെൻറ്റിൽ വരുന്ന ഡീറ്റെയിൽസ് കുറച്ച് എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ മനോഹരൻ്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് ഞാനത് തീർത്തു തരാറുണ്ട്. പിന്നെ വെറുതെ ആൾക്കാർ ഈ റേറ്റ് പറയാനടക്കം മനോട്ടം വേണമെന്ന് പറയുമ്പോൾ ആണ് ഇവിടെ നമുക്ക് സമയമില്ലാത്തതിൻ്റെ മെയിൻ ഒരു കാരണം ഇത് തന്നെയാണ്. നിങ്ങൾ നോക്കി നോക്കൂ. അതായത് എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ നമ്മളെ പ്രൊജക്ട്സ് വരുന്നത് അടുത്തല്ല, ഒരുപാട് ദൂരത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം 2-3 സൈറ്റ് കവർ ചെയ്യണമെങ്കിൽ തന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നട്ട പാതിരക്കാണ് വീട്ടിലേക്ക് വരിക. ഇത് മാത്രമല്ലല്ലോ, നമ്മൾക്ക് പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ആ ക്ലയൻറ്റ്സ് അവരെ കാര്യങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കണം. അതേപോലെ എൻ്റെ സൈറ്റിൽ നിന്ന് ഓരോ സൂപ്പർവൈസർമാരും വർക്കേഴ്സും വിളിക്കുമ്പോൾ ഞാൻ എടുക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ അത്യാവശ്യം എനിക്ക് നോക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതൊന്നും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയണതല്ല, ഇതെല്ലാം മനോട്ടൻ എനിക്ക് പറഞ്ഞു തന്ന്. പിന്നെ മനോട്ടൻ പണ്ട് ഓരോ ഫോണുകളിലും സംസാരിച്ച് അത് കേട്ട് മനസ്സിലാക്കി ഞാൻ പഠിച്ചെടുത്തിട്ടാണ് പറയണത്. അല്ലാതെ ഇതൊന്നും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയണതല്ല. അപ്പോൾ ഇത് ഞാൻ പറയണമെന്നേ ഉള്ളൂ, മനോട്ടന് പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ അവിടെ പറയണത്. പിന്നെ നമ്മളിനി പുതിയ പ്രൊജക്റ്റിന് വിളിക്കുന്ന ആൾക്കാരോടായിട്ട് പറയുകയാണ്, ഇപ്പം ഞങ്ങൾ 10-70ഓളം പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരുപാട് വീടുകൾ നമ്മൾ ഫിനിഷായിട്ടുണ്ട്, കയറി താമസിച്ചിട്ടുണ്ട്, കുറേ പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റ പ്രൊജക്റ്റും ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടല്ല കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം അമ്മുവാണ് കമ്മിറ്റ്. ആദ്യത്തെ ഒരു 2 വീട് മാത്രം അത് വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അവർ നമ്മൾ നേരിട്ട് വീട്ടിൽ വന്ന് ഡയറക്റ്റ് സംസാരിച്ച ആൾക്കാരാണ്. ബാക്കിയുള്ള എല്ലാ പ്രൊജക്റ്റുകളും അമ്മുവാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇത്രയും ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തതും ആൾ തന്നെയാണ്. പക്ഷേ ചില ആൾക്കാർക്ക് നീ പറഞ്ഞു കൊടുക്കുന്നതാണ് ഒന്നും കൂടി ഇത്. കാരണം ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും, അതേപോലെ തന്നെ അതിൻ്റെ PDF അപ്പം തന്നെ നമ്മളെ സ്കോപ്പ് ഓഫ് വർക്ക് അയച്ചു കൊടുക്കും. അതാണ് കറക്റ്റായിട്ട് വേണ്ടത്. നമ്മൾ ഡീറ്റെയിൽ പറയണു, പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യാന്നുള്ളത് നമ്മൾ അയച്ചു കൊടുക്കും. പറഞ്ഞത് എല്ലാവർക്കും ഫുള്ളായിട്ട് ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ചില ആൾക്കാരെന്താ വെച്ചാൽ എന്താ പറയുക, ഫെമിനിസ്റ്റോ, അതായത് ഒരു പെണ്ണാണ് സംസാരിക്കുന്നത്, ഞാൻ പെണ്ണിനോട് സംസാരിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ദിവസം ഞങ്ങളുടെ നാട്ടുകാരനോട് തന്നെ തെറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരുന്നു.
പക്ഷേ എനിക്കറിയില്ലായിരുന്നു അത്. എന്നെ വിളിക്കണതിൻ്റെ മുന്നേ തന്നെ അയാൾ അമ്മൂനെ വിളിച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ പറഞ്ഞ് അങ്ങോട്ടും തെറ്റി. പക്ഷെ ആ ചേട്ടൻ ഞാൻ മനോജിൻ്റെ ഫ്രണ്ടാണെന്ന് എന്നോട് പറഞ്ഞാൽ മതി, നാളെ അത് പറഞ്ഞതുമില്ല. പിന്നെ എല്ലാവരും മനോജ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് തന്നെയാണ് വിളിക്കാറ്, അല്ലെങ്കിൽ മനോട്ട് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട്. കാരണം ഈ വീഡിയോസിലൂടെ എല്ലാവർക്കും മനോൻ്റെ പേരറിയുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ നോർമലായിട്ട് അങ്ങനെ ചോദിച്ചാന്ന് വിചാരിച്ചിട്ടല്ല, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞില്ലാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാണ് ഫോൺ എടുത്ത്, നിങ്ങളല്ലല്ലോ ഞാൻ വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായി. പിന്നെ ലാസ്റ്റ് ഞാനും അങ്ങോട്ട് ഫയറായി. അപ്പോൾ എനിക്ക് താല്പര്യമില്ല നിങ്ങളോട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് മിനിറ്റിലാണ് ആൾ ഞാനിങ്ങനെ ഫ്രണ്ടാന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഞാൻ കട്ട് ചെയ്യുകയും ചെയ്തായിരുന്നു. നമ്മളെ ഈ ഒരു വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഈ ഓൾ കേരളയൊക്കെ ചെയ്യുമ്പോൾ എന്നെ പോലത്തെ ഒരാൾക്ക് ഒറ്റയ്ക്ക് നടന്ന് പ്രസ്ഥാനം കൊണ്ട് നടക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിന് ഒരു വീടിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വീട് ചെയ്തായിരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ. ഇത് ഒന്നും അറിയാണ്ട് വന്നിട്ട് പിന്നെ ഇതേപോലെ തന്നെ ഇതിൽ കണ്ട കമൻ്റ് ഇടുന്നത് വായിച്ചിട്ട് അതിന് കൗണ്ടർ ചെയ്യാനാണെങ്കിൽ ഞാൻ റെഡിയാണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പം ഇന്നലെ തന്നെ ഒരാളൊരു കമൻറ്റ് ഇട്ടിട്ടില്ലേ, നിങ്ങളൊരു കമൻറ്റ് ഇട്ടിട്ട് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീടിൻ്റെ വർക്കിന് വേണ്ടിയിട്ടല്ല, അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചോളൂ, ഞാൻ സംസാരിക്കാൻ റെഡിയാണ്. അങ്ങനെ വരുന്ന കോളുകളൊക്കെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇതിൽ എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വന്നിട്ടല്ല അതിൽ കമൻറ്റ് ഇട്ടിട്ട് നിങ്ങളെ കരുത്ത് തെളിയിക്കേണ്ടത്. ഇതേ ഇതിൽ തന്നെ എൻ്റെ നമ്പറുണ്ട്, ഈ കൺസെഷൻ നമ്പറുണ്ട്, വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ വീട് വെക്കാനല്ല, എനിക്കതിലൊരു ക്ലാരിഫൈ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇന്ന ചീത്ത പറയാനാണെന്ന് പറഞ്ഞോളൂ, ഞാൻ സംസാരിക്കാം. ഈ കാര്യം ഞാൻ ഇപ്പോൾ മെൻഷൻ ചെയ്യാൻ കാരണം, ഞങ്ങൾ തിരൂർ ഒരു ചേട്ടന് ഞങ്ങളെ രീതിയിൽ ഞങ്ങളെ വീട് വെക്കിന് കണ്ടിട്ട് ഇൻസ്പിറേഷനായിട്ട് ആളൊരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ ആൾക്ക് വളരെ ബുദ്ധിമുട്ടായി ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അയാൾ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളവിടെ ഒന്ന് വരുമെന്ന് ചോദിച്ചു. ഞങ്ങളവിടെ പോയി, ഞങ്ങളവിടേക്ക് മാനസികമായിട്ടും എല്ലാവരും ഹെൽപ്പും കൊടുത്തു. ആളിപ്പോൾ രണ്ടാമത് ഞങ്ങളെ വിളിച്ചു, ആ വീടിൻ്റെ ലിൻഡിൽ സ്റ്റേജായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഒരു അനിൽ എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മളെ യൂട്യൂബിൽ തന്നെ നല്ല മാന്യമായിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻ്റ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഗുണത്തേക്കാൾ ദോഷം ചെയ്യും, ഇതിൻ്റെ പ്രൊമോട്ടർ മണ്ടനാണ്, ഇങ്ങനെയുള്ള വീടുകൾ ഉറപ്പുകൂടുമെന്നല്ലാതെ ആരോഗ്യപരമായി ദോഷം ചെയ്യും. ഞാൻ ഇതേ ഫീൽഡിൽ വർഷങ്ങളായി ഉണ്ട്, ലാഭം മാത്രം നോക്കിയാൽ നഷ്ടം 10 മടങ്ങ്. പ്രായമായവർക്ക് ഈ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല, സിമൻറ്റിൻ്റെ ആധിക്യം കൂടുതലുള്ളതിനാൽ ദിവസങ്ങൾ പോകുന്തോറും ഉള്ളിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയും. എത്ര വായുസഞ്ചാരം എത്ര ഉണ്ടായാലും റൂമുകൾ ഉണ്ടാവില്ല. ഒരു രാത്രി ഇങ്ങനെയുള്ള റൂമിൽ കിടന്നുറങ്ങിയാൽ ഇത് മനസ്സിലാവും. ഇതേപോലെ നിർമ്മിച്ച ഒരു വീടിൻ്റെ പല ഭാഗവും പൊളിച്ച് ചെങ്കലിൽ പണിതു കൊടുത്തു. ഇപ്പോൾ ഇവർ അതിൽ സുഖമായി കിടന്നുറങ്ങുന്നു. ഇങ്ങനെ ശാരീരിക അസുഖങ്ങൾ വരും എന്നത് ഉറപ്പാണ്. എന്തുകൊണ്ടും പ്രകൃതിദത്തമായ ചെങ്കല്ല് കൊണ്ട് മാത്രം വീട് പണിയുന്നത് ഉത്തമം. ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ സിമൻറ്റ് മണത്തിട്ട് നിൽക്കാൻ വയ്യാത്ത സ്ഥിതിയായിരിക്കും. നിങ്ങൾക്ക് പരിശോധിക്കാം. സംശയമുള്ളവർ ഡോക്ടറെ പോയി ഈ വിഷയം ചോദിച്ചാൽ പറഞ്ഞു തരും. അതുകൊണ്ട് ഈ അഭിപ്രായത്തെ മാനിക്കുക. ഈ സുഹൃത്ത് പറഞ്ഞത് ഞാൻ 100% ഏറ്റെടുക്കണം. ഞാനൊരു മണ്ടനാണ്, അതാണല്ലോ. കാരണം കേരളത്തിൽ വേറൊരു മണ്ടന്മാരും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്തിരി റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത്തിരി മണ്ടന്മാർക്കേ പറ്റുള്ളൂ. സന്തോഷ് ജോർജ് കുളങ്ങര സാറ് മണ്ടനാണെന്ന് പറഞ്ഞ അല്ലേ, ഇതിനു മുന്നേ അങ്ങനെയും പറഞ്ഞിട്ടില്ലേ? ഇയാൾ യാത്ര ചെയ്യുമ്പോൾ ഇയാൾക്ക് പ്രാന്താണെന്ന് പറഞ്ഞായിരുന്നു. ഇന്നാളെ സ്ഥിതി എന്താണെന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അതേപോലെ എത്തിയില്ലെങ്കിൽ ഒരു കാലത്ത് ഞാനും അമ്മും അതിൻ്റെ പകുതിയിലെത്തും. അപ്പോൾ ഈ പൊട്ടനിരുന്ന് പറയണം ഞങ്ങൾ മണ്ടന്മാരായിരുന്നു എന്ന്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇത് പറഞ്ഞ കമൻ്റ് ഇട്ട ആളെ പ്രൊഫൈലിൽ ഞാൻ കയറി നോക്കി. ആളതൊരു സാധാരണ ഒരു ചെറിയ വീടാണ്. ആ വീടിൻ്റെ മുകളിൽ ആസ്പെറ്റോസാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ ആളുടെ മോളാന്ന് തോന്നുന്നുണ്ട് നിന്ന് ഡാൻസ് ചെയ്യണ ഒരു 10-20 റീൽസ് അല്ലാണ്ട് വേറൊന്നും ഞാൻ അതിൽ കണ്ടില്ല. പിന്നെ ആ സുഹൃത്ത് പറഞ്ഞ പോലെ ഡോക്ടറെ പോയി കാണണമെന്ന് പറഞ്ഞു. ഞാനതിൽ ഒരു കമൻറ്റ് റിപ്ലൈ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഏത് ജില്ലയിലെ ആസ്പത്രിയിലെ ഡോക്ടേഴ്സാണ് ചെങ്കല്ലിൽ കെട്ടിയ റൂമിലിരിക്കുന്ന ഡോക്ടേഴ്സ്? അവരൊന്ന് എനിക്കൊന്ന് പോയി കാണണം. പണ്ടത്തെ കാലത്തിൽ മൃഗാസ്പത്രിയൊക്കെ ചെങ്കല്ലിൽ കെട്ടിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആധുനികമായിട്ട് കെട്ടിയ ഏത് ബിൽഡിങ്ങാണ് ചെങ്കല്ലുകൊണ്ട് കെട്ടിയിരിക്കുന്നത്? ഒരാളൊരു ഫോട്ടോ ഇട്ട്, അതായത് പുതിയ ഇപ്പോൾ ചെയ്യണ ബിൽഡിങ്ങിൻ്റെ കാര്യമാണ് കേട്ടോ ഞാനീ പറയണത്. പണ്ടകാലത്തെ ആസ്പത്രി വേണമെന്നുണ്ടെങ്കിൽ ചെങ്കല്ലിൽ ചെയ്തതായിരിക്കും. പിന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഈ സുഹൃത്ത് പറയണ പോലെ ഈ കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ചെങ്കല്ല് വെച്ച് വീട് നിർമ്മിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ചെങ്കല്ല് വെച്ചിട്ടല്ലേ വീട് നിർമ്മിക്കേണ്ടത്? എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ പെട്ടത് ഒരു തൃശ്ശൂർ കഴിഞ്ഞ് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ബ്രിക്സ് ഉപയോഗിച്ചിട്ട്, സോളിഡ് ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും വീട് നിർമ്മിക്കുന്നത്. ഈ സോളിഡ് ബ്രിക്സ് എന്ന് പറയുന്നത് ഇതേ മെറ്റലും സിമൻറ്റും എംസാൻഡ് ഉപയോഗിച്ചിട്ടുണ്ടാക്കണതല്ലേ. അപ്പോൾ അതിലൊരു ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ സിമെൻറ്റിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്യണം. അപ്പോൾ ഈ സിമെൻറ്റിൻ്റെ സ്മെല്ല് ഉണ്ടാവില്ലേ?
എന്ത് ബോധമില്ലാത്ത കമൻ്റൊക്കെയാണ് ഇയാൾ ഇങ്ങനത്തെ ആൾക്കാർ ഇടുന്നത്. അതായത് എന്നിട്ട് ഞാൻ പൊട്ടനും അവർ ബുദ്ധിമാനും, നമ്മൾ സമ്മതിച്ചു കൊടുക്കല്ലാണ്ട് അതിൽ വേറെ ഓപ്ഷനൊന്നുമില്ല. അയാൾ ബുദ്ധിമാനായതുകൊണ്ടായിരിക്കും അത്ര വലിയ വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അവിടെ. ഇതിന് ഞാൻ റിപ്ലൈ ചെയ്യാൻ കാരണം ഇത് ഫേസ്ബുക്കിലല്ല, നമ്മൾ യൂട്യൂബിൽ വന്ന കമൻ്റ് ആയതുകൊണ്ട് കേട്ടോ. ഫേസ്ബുക്കിലത്തെ കമൻറ്റിന് റിപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു 150 വീഡിയോ ചെയ്യാനുള്ള കമൻറ്റുകൾ അതിൽ വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ വീടിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ രീതി ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ട്, ഇത് ഓൾറെഡി ചിന്തിച്ച ആൾക്കാരുണ്ട്, അതിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്